എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മുടെ ചാലക്കുടി പള്ളിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ബുധനാഴ്ച, ഇന്ന് പ്രവാസി അമ്പാണ്. പ്രവാസി അമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു അമ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10-20 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ചിട്ട് ഇതേപോലത്തെ വിശേഷ ദിവസങ്ങൾ നോക്കിയിരിക്കും ലീവിന് വരാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിൽ അമ്പ് പെരുന്നാൾ, ക്രിസ്മസ്, ന്യൂ ഇയർ, അവരുദ്ദേശിച്ചിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. അവർ കുറച്ച് ദിവസം ലീവിന് വരുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ പ്രവാസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കാരുണ്യ പ്രവർത്തി ചെയ്യുന്ന ടീമാണ്. ഓരോ പ്രവാസിയും അവരുടെ വീടിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം വീടും കുടുംബവും വിട്ട് മരുഭൂമിയിൽ ഇപ്പോഴൊക്കെ ചേഞ്ചായി, അവിടെയൊക്കെ പുറത്ത് ഒറ്റയ്ക്ക് ജോലി ചെയ്ത് അതിൻ്റെ പൈസ നാട്ടിലയച്ച് ഇപ്പോൾ നമ്മുടെ കേരളം തന്നെ ഇത്ര വിപുലീകരിക്കാനുള്ളതിൻ്റെ ഒരു 80% നമ്മുടെ പ്രവാസികളുടെ ഒരു കഴിവാണ്. അപ്പോൾ പ്രവാസികളാണ് നമ്മുടെ കേരളത്തിനെയും നമ്മുടെ ഓരോ പഞ്ചായത്തിനെയും എല്ലാവർക്കും പുരോഗമനം കാര്യങ്ങളും എന്ത് ബിസിനസ് ആയാലും പുരോഗമനം വരുന്നതിൻ്റെ അതിൻ്റെ ബാക്കിൽ സപ്പോർട്ട് ഒരു പ്രവാസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് പിരിവിന് പോയാലും നമ്മൾ പ്രവാസികളുടെ വീടെത്തുമ്പോൾ അവന് കുറച്ച് പൈസ കൂടുതലായിരിക്കും എഴുതി കൊടുക്കണം. അവൻ ഗൾഫാരനാണ് അങ്ങനെ പറയും. പക്ഷെ അവൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അത് അവനറിയുള്ളൂ. അപ്പോൾ എന്തായാലും പ്രവാസികൾ നടത്തുന്ന ഒരു പെരുന്നാളാണത്. അപ്പോൾ പ്രവാസികൾ പെരുന്നാൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമാണ്. പ്രവാസികൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അത് ഇതേപോലെ ബാൻഡ് മേളവും വെടിക്കെട്ടും പിന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ പല ആൾക്കാരെയും ഫ്രണ്ട്സുകളെയും എല്ലാവരും കാണാനും എൻജോയ് ചെയ്യാനും കിട്ടുന്ന അവസരം. അപ്പോൾ അതാണ് പ്രവാസികൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതായത് നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കാനൊക്കെ നമ്മൾ കൂടുതലും പ്രവാസികളുടെ എന്തില്ല പിരിവിന് വേണ്ടിയിട്ട്. പ്രവാസികളുടെ പൈസ നമുക്ക് കൈ എഴുതി നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ പ്രവാസികൾക്കൊരു സന്തോഷം കൂടിയാണ് അത് ചെയ്യുന്നത്. ആ ഒരു സംഭവമാണ് ഇപ്പോൾ പ്രവാസി അമ്പ് എന്ന പേരിലേക്ക് ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വയ്ക്കലും പല പള്ളികളും, ചാലക്കുടി പള്ളി മാത്രമല്ല ഒരുവിധം എല്ലാ ഇടവകയിലും പ്രവാസി അമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ഇടവകയിലും ആയി കഴിഞ്ഞു. അപ്പോൾ പ്രവാസികളാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യം. നമ്മുടെ നാട് ഇത്ര വിപുലീകരിക്കാനും ഇത്ര എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനും ഇതിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് പ്രവാസികൾ തന്നെയാണ്. നമ്മുടെ വിദേശത്തുള്ളൊരു മണി, വിദേശത്തുള്ള ഒരു ഇരിക്കാണ് നമ്മുടെ ഈ നാടിനെ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് മാത്രമേ അധികം അറിയുള്ളൂ. കേരളത്തെ ഈ നിലയിലാക്കിയതും നമ്മൾ ഓരോ വ്യക്തി, ഇപ്പോൾ നമ്മളൊരു പള്ളി പണിയുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പിരിവ് എന്നത് ചില പ്രവാസികളായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു കട, സൂപ്പർ മാർക്കറ്റ്, എന്ത് ഇത് ചെയ്താലും അതിൻ്റെ ഒരു വിജയം പ്രവാസികളുള്ളതുകൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ പ്രവാസികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു നെടുന്തൂണാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രവാസി അമ്പിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഓക്കെ, അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഈ നാട്ടിലെ ഏത് ഉത്സവങ്ങളും ആഘോഷവും ഉണ്ടായാലും എപ്പോഴും കമ്മിറ്റിക്കാരെ സമീപിക്കുക വിദേശത്തുള്ളവരെയാണ്. അവിടെ അവൻ കഷ്ടപ്പെടുന്നതോ അവൻ കുപ്പൂസ് നിന്ന് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നതോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ളവർ വിചാരിക്കുക ഗൾഫിലാണ്. അവൻ കൊണ്ടുവരുന്ന വലിയ മിഠായികളും സിൽക്ക് ഉപ്പായങ്ങളും ഒക്കെ കണ്ട് നമ്മളെല്ലാം മറന്ന്, പക്ഷേ ഇവൻ ഒരു പക്ഷേ അവിടെ കടിച്ചു പിടിച്ചിട്ട് അവൻ്റെ ചെലവ് ചുരുക്കി ചിലപ്പോൾ കടം മേടിച്ചിട്ടായാലും ഇവിടെയുള്ള ആഘോഷങ്ങൾക്ക്, ഏത് തരത്തിലുള്ള ആഘോഷങ്ങളായാലും അതിനൊക്കെ സഹായിക്കുന്ന അത്രയേറെ വിശാല മനസ്സുള്ളവരാണ് പ്രവാസി ജീവിതം നയിക്കുന്ന നമ്മുടെ സഹോദരന്മാർ. അത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. അതിൽ കൂടുതൽ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കയ്യും മെയ്യും മറന്ന് സഹായിക്കുക. അതുപോലെ അവൻ്റെ കഷ്ടപ്പാടവും മറന്നിട്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഗൾഫിൽ നിന്ന് വിദേശത്തേക്ക് വരുന്ന ആളുകൾ സ്വയം മറന്നും കുടുംബത്തിൻ്റെ ആവശ്യവും മറന്ന് ചിലപ്പോൾ സഹായിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രവാസികളുടെ ഈ ആഘോഷത്തിന് സിവിൽ സേനസിൻ്റെ മധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. അവരുടെ എല്ലാ സംരംഭങ്ങളും, കച്ചവടമാകട്ടെ, വ്യവസായങ്ങളാകട്ടെ, തൊഴിലാകട്ടെ, അത് വർദ്ധിക്കട്ടെ, വളരട്ടെ. അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും പുരോഗതിയും വളർച്ചയുണ്ടാകട്ടെ. അങ്ങനെ സകല ദാരിദ്ര്യങ്ങളിൽ നിന്നും പ്രവാസികൾക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും
അവരുടെ സ്ഥാപനങ്ങൾക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ. അവരാരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവിൻ്റെ കരം അവരെ കാത്തു സൂക്ഷിക്കട്ടെ. ഈ അമ്പൻ്റെ നേതൃത്വം വഹിക്കുന്നതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഈ പ്രവാസി കൂട്ടായ്മയുടെ ഭാരവാഹികളെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലങ്കരം അവരുടെ കൂടെ ഇരുന്ന് എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിച്ച് ഈ ആഘോഷം ഇതിൻ്റെ പൂർണ്ണതയിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി തീരട്ടെ. ഓരോ ആഘോഷവും ഒരാൾക്ക് പോലും ദുഃഖവാർത്തയാകാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് സംഘടിപ്പിക്കുന്നവർക്കും സന്തോഷത്തിൻ്റെ വലിയ സദ്വാർത്തയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ മംഗളങ്ങളും തരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.